സാരി ഉടുത്ത് ദിവ്യ എനിക്കൊന്ന് കാണണം. ഇന്ന് ഈ സാരി ഉടുത്ത് ഈ വീട്ടിലെ ജോലികൾ ചെയ്താൽ മതി. വാങ്ങിക്കേ. അയ്യോ സാറേ, ഇത്ര വിലപിടിപ്പുള്ള സാരിയൊന്നും എനിക്ക് വേണ്ട. നോക്ക്. അല്ല, ഈ സാരി ഋതിക മാഡത്തിന് അശ്വൻ സാറ് കൊടുത്തതല്ലേ? ഇതെന്തിനാ എനിക്ക് തരുന്നേ? അതുകൊണ്ടല്ലേ ഞാൻ ഈ സാരി നിനക്ക് തന്നെ തരുന്നത്. ഇത് പിടിക്കാം, പോയി ഇത് കൊടുത്തോണ്ട് വാ. ഞാനൊന്ന് കാണട്ടെ. ദീപക് സാർ എന്തൊക്കെയായി പറയുന്നേ? സാറേ, എനിക്ക് ഈ സാരി വേണ്ട. മര്യാദക്ക് ഞാൻ പറയുന്നത് നീ അനുസരിച്ചോണം. ഈ സാരി നീ ഉടുത്തോണ്ട് വരണം. ആരെങ്കിലും നിന്നോട് ഈ സാരി എവിടെ നിന്നാണെന്ന് ചോദിച്ചാ ഋതിക മേഡം തന്നാണെന്ന് പറയണം. നിന്റെ പഴയ വീഡിയോ, നീ ആ സ്വർണം മോഷ്ടിക്കുന്ന വീഡിയോ. എന്തെല്ലാവരും എന്നെ കണ്ടപ്പോ എഴുന്നേറ്റത്? ഋതിക മോളെ പോലെ ഒരു രാജകുമാരി വീട്ടിലേക്ക് വന്ന് കേറുമ്പോ പിന്നെ എഴുന്നേക്കാതെ? അതെ, വർമ്മ സാറിന്റെ മോളെന്ന് പറഞ്ഞ ആരാ? മാഡത്തിന്റെ വലിപ്പം എന്താന്ന് അറിയാഞ്ഞിട്ടാ. നമുക്കിടയിൽ അങ്ങനെ വലിപ്പച്ചെറുപ്പങ്ങളൊന്നും ഞാൻ മനസ്സിൽ പോലും ഒരിക്കലും കരുതിയിട്ടില്ല. അത് മാഡത്തിന്റെ വലിയ മനസ്സ്. ശരിയാ, അടുത്തറിഞ്ഞപ്പോഴല്ലേ എനിക്കും മനസ്സിലായത് ശരിക്കും ഋതിക ഒരു പാവാണെന്ന്. നിനക്ക് നിന്റെ എൻഗേജ്മെന്റ് നടക്കാൻ പോകുന്ന കാര്യം അറിയില്ലായിരുന്നു അല്ലേ? സ്വന്തം വിവാഹ നിശ്ചയം മോൾ അറിയാതെ മറച്ചു വെച്ച ബുദ്ധി ആരുടെ തലയിൽ ഉദിച്ചതാ? നമ്മളെന്തിനാ ഇപ്പോ കഴിഞ്ഞ കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കുന്നത്? നീ ഒന്നും മിണ്ടായിരിക്കടാ. വർമ്മ സാറ് മോളോട് മിണ്ടില്ല, അതുകൊണ്ട് പറഞ്ഞില്ലാന്ന് വെക്കാം. പക്ഷെ ബാക്കിയുള്ളവർക്കെങ്കിലും പറയാമായിരുന്നില്ലേ? അതെ, അപ്പൊ നിശ്ചയം മറച്ചു വെക്കാൻ പിന്നിൽ നിന്നും കളിച്ച ആളെ ഞാൻ എന്ത് ചെയ്യണം? അങ്കിള് തന്നെ പറയും. അത് ശരി, ഋതിക മാഡം ആരാ? മാഡം വിചാരിച്ച എന്താ ഇവിടെ നടക്കാത്തത്? നിശ്ചയം മാഡം അറിയാതെ മറച്ചു വെച്ചവൻ ആരായാലും നല്ല പെട്ടപ്പെടക്കണം. ഞാനും അതിനുള്ള നല്ലൊരു അവസരത്തിനായിട്ടാ കാത്തിരിക്കുന്നത്. മതി മതി, നിങ്ങളെല്ലാരും അകത്തേക്ക് കയറി പോയേ. എനിക്കിവിടെ ട്യൂഷൻ എടുക്കാനുള്ളതാ. അടാ, ഞാനൊന്ന് ചന്തയിൽ പോയിട്ട് വരാം. പലർക്കും പച്ചക്കറിയൊക്കെ വാങ്ങിക്കണം. അച്ഛാ ഒരു മിനിറ്റ് നിക്ക്. സാധനമൊക്കെ വാങ്ങാൻ കാശ് എന്റെ കയ്യിലുണ്ടാ? അത് എന്റെ കയ്യിൽ ഇരിക്കട്ടെ. അച്ഛൻ എന്ത് വെച്ചേ? ഈ ചെറുക്കന്റെ ഒരു കാര്യം. എടാ, ഞാൻ വാരഫലം നോക്കി. ഈ ആഴ്ച നീ ഒന്ന് ശ്രദ്ധിക്കണം. ശനിയുടെ വിളയാട്ടമുണ്ട്. നിങ്ങൾ സാധനം വാങ്ങാൻ പോവാണെങ്കിൽ ഒന്ന് പോ മനുഷ്യ. മോക്ക് പഠിക്കാനുള്ളതല്ലേ? ഇത് പൊഴിയാർന്ന്. എക്സാം പാസ്സായാൽ ഉടനെ മോളുടെ വിവാഹമാണെന്ന് അല്ലേ മോളെ? മോളെ, മോളിരിക്കെ, അമ്മ കുടിക്കാൻ എന്തെങ്കിലും എടുക്കാം. ശരി രാധമ്മ. മേഡം വരൂ. ഇത് ഞാൻ ഋതികയ്ക്ക് ഗിഫ്റ്റ് കൊടുത്ത സാരിയല്ലേ? ഈ സാരി എന്താ ജോലിക്കാരി കൊടുത്തിരിക്കുന്നത്? ആ ദിവ്യ, എന്നും നീ ഉടുക്കാറുള്ള നിന്റെ യൂണിഫോം സാരി മാറ്റി പിടിച്ചോ? ഇന്നെന്താ നിന്റെ ബർത്ത്ഡേ ആണോ? പുതിയ സാരിയൊക്കെ ആണല്ലോ. അയ്യോ സാറേ, ഞങ്ങളെപ്പോലുള്ള പാവങ്ങളൊക്കെ പിറന്നാൾ ഓർത്തിരിക്കാനും മാത്രം യോഗ്യരാണോ? ഈ സാരി എനിക്ക് ഋതിക മാഡം തന്നതാ. മാഡത്തിന് ഈ സാരി ഇഷ്ടായില്ല അത്ര?
അങ്ങനെ വരട്ടെ, ശരിയാ. ഇത് അവൾക്ക് ചെറുപ്പം മുതലുള്ള ശീല. എന്തെങ്കിലും അവൾക്ക് തീരെ ഇഷ്ടമായില്ലെങ്കിൽ അവൾ അത് ആർക്കെങ്കിലും കൊടുക്കും. അപ്പോ ഋതികയ്ക്ക് ഞാൻ കൊടുത്ത സാരി ഇഷ്ടമായില്ല. സാരി ഇഷ്ടമായില്ലെന്ന് മാത്രമാണോ, അതോ ഋതികയ്ക്ക് എന്നെ ഇഷ്ടമായില്ലെന്നാണോ അതിന്റെ അർത്ഥം? ഹായ് ബ്രോ, എപ്പോ വന്നു? ഇപ്പൊ വന്നേ ഉള്ളൂ. ഓ, ഋതിക ഔട്ടിന് കൊണ്ടുവന്നായിരിക്കും അല്ലേ? ഇങ്ങനെ വന്ന കാലം നിൽക്കാതെ ഇരിക്കേ. ഇത് അശ്വിന്റെ ഭാവി വധുവിന്റെ വീടല്ലേ? ഇരിക്കുന്നേ, വാ. അശ്വിൻ, മുഖം എന്താ വല്ലാതിരിക്കുന്നേ? രാവിലെ കണ്ട ഉഷാറില്ലല്ലോ. ഒന്നുമില്ല. യാമിനി, ഋതിക കൂട്ടിക്കൊണ്ടോ, അശ്വിൻ എത്തി. അശ്വിന്റെ ഈച്ച കുത്തിയ പോലുള്ള മുഖം കണ്ടാൽ അറിയാം അമ്മയുടെ ബുദ്ധി ഏറ്റു. അശ്വിനും ഋതികയും തമ്മിലൊരു പൊട്ടിത്തെറി ഉണ്ടാവാൻ ഇനി ഏതാനും മണിക്കൂറുകൾ മാത്രം.